പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അഭിവന്യ തറയിൽ പിതാവിനാൽ 1955 ജൂലൈ 11 സ്ഥാപിതമായ കോട്ടയത്തെ ഏക വനിതാ കോളേജാണ് ബിഷപ്പ് ചൂളപ്പറമ്പിൽ മെമ്മോറിയൽ കോളേജ്. ഒരു സ്ത്രീ വിദ്യ അഭ്യസിക്കുന്നതോടുകൂടി സമൂഹത്തിൻ്റെ പുരോഗതി സംജാതമാകുന്നു. അതോടൊപ്പം തന്നെ കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണം ലഭിക്കുന്നു എന്നുള്ള വലിയ ദർശനം അഭിവന്യ പിതാവിനുണ്ടായിരുന്നു. ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായിട്ടാണ് അഭിവന്യ തറയിൽ പിതാവിനാൽ BCM കലാലയം സ്ഥാപിതമായത്. അന്ന് തുടങ്ങി ഇന്നോളം പ്രഗത്ഭരായ അനേകം വനിതാ രത്നങ്ങളെ സമൂഹത്തിന് സംഭാവന നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജ് യൂണിയൻ അദ്വയ 2012-2013. അദ്വയുടെ അർത്ഥം തന്നെ ഒരുമ എന്നുള്ളതാണ്. പേര് പോലെ തന്നെ ഒരുമയോടുകൂടിയാണ് ഇവിടുത്തെ സ്റ്റുഡൻസും ടീച്ചേഴ്സും പ്രിൻസിപ്പളും യൂണിയൻ മെമ്പേഴ്സും പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. ഞങ്ങളുടെ യൂണിയൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് വിദ്യാർത്ഥിനികളുടെ ടാലൻസ് ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ആ ഒരു എയിം ഞങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ആർട്സ് ഡേ, വിമൻസ് ഡേ, പിന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ മുൻകൈയെടുത്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലൊക്കെ യൂണിയൻ നല്ല രീതിയിൽ വിജയിച്ചിട്ടുമുണ്ട്. BCM കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഹെയർ ഫോർ ഹോപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണിത്. ഹെയർ ഫോർ ഹോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫേസ്ബുക്ക് വഴി കണ്ടുപിടിച്ച ഒരു ക്യാമ്പയിനാണ്. ഫേസ്ബുക്ക് വഴി നമ്മൾ ക്യാൻസർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഹീമോ പേഷ്യൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മുടി ഡൊണേറ്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഹെയർ ഡൊണേഷൻ്റെ ഒരു അവയർനെസ് ക്ലാസ്സാണ്. ആക്ച്വലി ഈ ഫേസ്ബുക്ക് ക്യാമ്പയിനിൽ നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് നിഷ ജോസിനെയാണ്. നിഷ ജോസ് എന്ന് പറയുന്നത് അവേഴ്സ് MP's വൈഫ്, ജോസ് കെ മാണിയുടെ വൈഫാണ്. നമ്മുടെ കോളേജിൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ 10th ആനിവേഴ്സറിയാണ്. ഞങ്ങൾ അതൊരു സോഷ്യൽ ഇവൻ്റ് ആയിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. അതുവഴിയാണ് നമ്മൾ കോളേജിൽ ഇപ്പം ഈ ഒരു ഹെയർ ഡൊണേഷൻ അവയർനെസ് ക്ലാസ് കൊടുക്കുന്നത്. കോളേജിൽ വളരെയധികം ചാരിറ്റി പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ ഫുഡ് പാക്കറ്റ് കൊണ്ട് നവജീവൻ ട്രസ്റ്റിലേക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ടീച്ചേഴ്സും സ്റ്റുഡൻസും ഉൾപ്പെടെ എല്ലാവരും തങ്ങൾക്ക് കൊണ്ടുവരുന്ന ഫുഡ് പാക്കറ്റിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഫുഡ് പാക്കറ്റ് കൊണ്ടുവരികയും അത് നവജീവൻ ട്രസ്റ്റിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഞങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യാറുണ്ട്. ഇതോടൊപ്പം തന്നെ സ്പോട്ട് കളക്ഷൻ എന്നുള്ള ഒരു പരിപാടി ഞങ്ങൾ നടത്താറുണ്ട്. അത് കുട്ടികൾക്കുള്ള പോക്കറ്റ് മണിയിൽ നിന്ന് സേവ് ചെയ്ത് അവരാൽ കഴിയുന്ന തുക ഒരു ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. അങ്ങനെ സ്പോട്ട് കളക്ഷൻ ഞങ്ങൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഉൾപ്പെടെ എല്ലാവരും എല്ലാ ആഴ്ചയും നടത്താറുണ്ട്. ബിഷപ്പ് ചൂളപ്പറമ്പിൽ മെമ്മോറിയൽ വനിതാ കോളേജ് കേരളത്തിലെ തന്നെ വനിതാ കലാലയങ്ങളിൽ അതിപ്രശസ്തമാണ്. ഇവിടെ 15ഓളം UG കോഴ്സുകളും 7 PG കോഴ്സുകളും ഉണ്ട്. ആഡ് ഓൺ കോഴ്സുകൾ തന്നെ 7 നടത്തുന്നുണ്ട്. പിന്നെ നിരവധി സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഉണ്ട്. ഇത് ഈ കോളേജിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാം. കാരണം ഈ കുട്ടികൾ ഇവിടുന്ന് ഒരു വിഷയത്തിൽ പഠിച്ചിറങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ വേറെ വിഷയങ്ങളിലും അവർക്ക് ഒരു ഡിപ്ലോമ, ഡിഗ്രി കോഴ്സുകൾ എടുത്തിട്ട് പോകാം. പിന്നെ നിരവധി തവണ തുടർച്ചയായിട്ട് തന്നെ നമുക്ക് പറയാം റാങ്ക് ഈ കോളേജിലെ പല കുട്ടികളും പല ഡിപ്പാർട്ട്മെൻറ്റിലും കൊണ്ടുവന്നിട്ടുണ്ട്.
കൂടാതെ ഗാന്ധി യൂണിവേഴ്സിറ്റി CBCS ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആകെയുള്ള ഒരു A+ BA ഇംഗ്ലീഷിലെ ഇവിടുത്തെ കുട്ടിയാണ് കരസ്ഥമാക്കിയത്. പിന്നെ പ്രിൻസിപ്പലും നിരവധി തവണ ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡ് മേടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സിസ്റ്റർ ബെറ്റ്സിക്കാണ് ബെസ്റ്റ് ഇന്നോവേറ്റീവ് ടീച്ചർ അവാർഡും കിട്ടിയത്. അപ്പോൾ എന്നും അക്കാദമിക് നിലവാരം ഉയർന്ന നിലയിൽ പുലർത്തുന്ന ഒരു കോളേജ് തന്നെയാണ് ബിഷപ്പ് ചൂളപ്പറമ്പിൽ മെമ്മോറിയൽ കോളേജ്. കലാരംഗത്ത് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ് BCM കോളേജ്. നമ്മുടെ കോളേജിന് തുടർച്ചയായിട്ട് അനേക തവണ മാർഗംകളിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിനും ഒപ്പനയ്ക്ക് നമുക്കായിരുന്നു 1ാം സ്ഥാനം. ഇവിടെ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ടീച്ചേഴ്സും കുട്ടികളും ഒന്നു ചേർന്നാണ് എല്ലാ പരിപാടികളും ഇവിടെ ആസൂത്രണം ചെയ്യുന്നതും നടപ്പാക്കുകയും ചെയ്യുന്നത്. അതുപോലെ BCM കോളേജിലെ അലുമിനി അസോസിയേഷൻ വളരെ സജീവമായിട്ട് എല്ലാ കലാപരിപാടികളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അവർ നമ്മുടെ കുട്ടികൾക്കായിട്ട് BCM സ്റ്റാർ കോൺടെസ്റ്റ് നടത്താറുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഒത്തിരി കുട്ടികൾ കലാരംഗത്ത് ശോഭിച്ചിട്ടുള്ളവരാണ്. കലാതിലകപ്പട്ടം നേടിയവരുണ്ട്, പിന്നണി ഗായകരുണ്ട്, ഫിലിം ഫീൽഡിലുള്ള കുട്ടികളുണ്ട്. അതുപോലെ ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടുള്ള വിമ്മി മറിയം നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. അങ്ങനെ എല്ലാ രംഗത്തും പ്രതിഭ തെളിയിച്ചു കൊണ്ടിരിക്കുന്നവരാണ് BCMലെ കുട്ടികൾ. ഈ കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിച്ചിരുന്നത് പ്രൊഫസർ VJ ജോസഫ് കണ്ടോത്ത് അവറുകളാണ്. അതേ തുടർന്ന് ഏകദേശം 12 പ്രിൻസിപ്പൽമാർ ഈ കലാലയത്തെ വിവിധ കാലഘട്ടങ്ങളിൽ നയിച്ചുകൊണ്ടിരുന്നു. ഇവർക്കെല്ലാം പ്രചോദനവും ശക്തിയും പകർന്നു കൊടുത്തിരുന്നത് കോട്ടയം അതിരൂപതയെ കാലാകാലങ്ങളിൽ നയിച്ചുകൊണ്ടിരുന്ന അഭിവന്യ പിതാക്കന്മാരായിരുന്നു. അഭിവന്യ പിതാക്കന്മാരുടെ പൈതൃകമായ സംരക്ഷണത്തിൻ കീഴിൽ സമയാസമയങ്ങളിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള നാനാജാതി മതസ്ഥരായ സ്ത്രീജനങ്ങളുടെ വിദ്യാഭ്യാസം വളരെ സുഗമമായി നടത്തിക്കൊണ്ടു പോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്ത്രീകൾ കുടുംബത്തിൻ്റെ വിളക്കാണ് എന്നുള്ള സങ്കല്പത്തിൽ ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ വലിയ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കോളേജ് വിഭാവനം ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ അഭിവന്ദനായ തോമസ് തറയിൽ തിരുമേനിയാണ് തൻ്റെ മുൻഗാമിയുടെ പേരിൽ ഈ കോളേജ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഈ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്ന ജീവിത രീതികളിൽ സമൂഹത്തിന് സേവനം ചെയ്യുന്നുണ്ട്. ഈ കോളേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണക്കാക്കുന്നത് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമാണ്. അവർക്ക് ആത്മവിശ്വാസം പകരുന്ന, അവരെ മിടുക്കികളാക്കുന്ന, ചിന്തിക്കാനും പ്രവർത്തിക്കാനും കാര്യശേഷിയുള്ളവരുമായി തീരാൻ ആക്കി തീർക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടാണ് ഞങ്ങൾ BCM കോളേജിനെ കാണുന്നത്. ഇവിടെ നിന്ന് പഠിച്ചുപോയ പല വിദ്യാർത്ഥിനികളും ഇന്ന് പൊതുരംഗത്ത്, പത്രപ്രവർത്തന രംഗത്ത്, സാഹിത്യ ലോകത്ത് ഒക്കെ ശോഭയോടെ തലയുയർത്തി നിൽക്കുന്നത് ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു സംഗതിയാണ്. ഇത് ഞങ്ങളുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് കോട്ടേജ് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഞങ്ങളുടെ കോട്ടേജിൽ ഒരു വീട്ടിൽ എങ്ങനെയൊക്കെ ഒരു പെൺകുട്ടി എങ്ങനെയൊക്കെയാണ് ജീവിതം കൊണ്ടുപോകേണ്ടതെന്നും കാണിക്കുന്നതാണ്. ഈ ഒരു വീട്ടിലെ ഓരോരോ റൂമുകളും എല്ലാവരും ഓരോരോ റൂമുകളും അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ. അത് ഞങ്ങൾ 10 ദിവസം, 3rd ഇയറിൽ വരുമ്പോഴത്തേക്കും 10 ദിവസം കാണിക്കുന്നതാണ്.
ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് പണ്ടത്തെ ഹോം സയൻസ് ആണ്. പല പല രൂപങ്ങൾ, പല പല ഗ്രൂപ്പ് ജോബ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം കൂടിയും കൊണ്ടുവന്ന ഒരു പുതിയ ഇതാണ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ്. അതിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെ എങ്ങനെ ജീവിക്കണമെന്നും എല്ലാം മുന്നോട്ട് എങ്ങനെ ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ജീവിതത്തിൽ തടസ്സങ്ങളെല്ലാം നേരിടാനും അത് തടയാനും എല്ലാം പഠിപ്പിക്കുന്നു ഞങ്ങളെ. ബി കളർഫുൾ ടു ഇൻ ലൈഫ് ആൻഡ് ബി സമ്മൺ സ്പെഷ്യൽ ടു അതേഴ്സ് എന്ന് മോട്ടിവേറ്റിംഗ് ഒരു സെൻറ്റൻസ് ആയിട്ട് ഞങ്ങളുടെ മിസ്സുമാരും സിസ്റ്റർമാരും കൂടി പഠിപ്പിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ബിയോണ്ട് കുക്കിംഗ്. പണ്ട് എല്ലാവരും കുക്കിംഗ് മാത്രമേയാണ് ഹോം സയൻസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ബിയോണ്ട് കുക്കിംഗ് ഞങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ന്യൂട്രീഷൻ, ഡയറ്റീഷ്യൻ, പിന്നെ കേറ്ററിംഗ്, MSW, PG ഏത് കോഴ്സിന് വേണമെങ്കിലും ഞങ്ങൾക്ക് പോകാം. കോളേജിൻ്റെ സ്ഥാപക ലക്ഷ്യം വളരെ ഗ്രേസ്ഫുള്ളായിട്ടുള്ള വിസ്ഡമുള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. കോളേജിൻ്റെ മോട്ടോ തന്നെ വിസ്ഡം ആൻഡ് ഗ്രേസ് ആണ്. അപ്പോൾ സമൂഹത്തിനും കുടുംബത്തിനും വിളക്കായ മിടുക്കരായ കുട്ടികളെ, നേതൃത്വ വാസനയുള്ള കുട്ടികളെ, സാമൂഹിക പ്രതിബദ്ധതയുള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് കോളേജിൻ്റെ സ്ഥാപക ലക്ഷ്യം തന്നെ. അതിനായി ധാരാളം ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. സെമിനാറുകൾ, സംവാദങ്ങൾ, ഇൻഫർമേറ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ, വർക്ക്ഷോപ്പുകൾ, കുട്ടികൾക്ക് നേതൃത്വ പരിശീലനം കൊടുക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ. വിമൻസ് സെൽ വളരെ ആക്റ്റീവാണ് ഇവിടെ. വിമൻ സെല്ലിലൂടെ ധാരാളം ആക്ടിവിറ്റീസ് ഇവിടെ നടത്തുന്നുണ്ട്. വിമൻ എംപവർമെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ശാക്തീകരിച്ച് നേതൃത്വ ഗുണമുള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. നല്ല മെൻറ്ററിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കൗൺസിലിംഗ് സെൻറ്റർ നമുക്കുണ്ട്. കൗൺസിലിംഗ് സെൻറ്ററിലൂടെ കുട്ടികളുടെ സ്വഭാവ രൂപീവൽക്കരണം അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ കോളേജിൻ്റെ വളരെ വലിയൊരു പ്രത്യേകതയാണ് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ. പുതിയ കുട്ടികൾക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ കൊടുക്കുക, അവരുടെ മാതാപിതാക്കൾക്ക് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക, ഇതെല്ലാം കോളേജ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അസോസിയേഷൻ പ്രവർത്തനങ്ങളിലൂടെ മത്സരബുദ്ധിയുള്ള വളരെ പ്രായോഗികമായ രീതിയിൽ ആരോഗ്യപരമായ മത്സരബുദ്ധിയോടുകൂടി അസോസിയേഷൻ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടാൻ BCM എന്നും മുൻനിരയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ BCM കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ മിസ്സസ് മോനമ്മ കൊക്കാട്. പൊതുസ്ഥലത്ത് പുകവലിയെതിരെ പോരാടി പൊതുസ്ഥലത്ത് പുകവലി പാടില്ല, അതിനെതിരെ ഫൈൻ, അതിനെതിരെ നടപടി എടുക്കാനുള്ള ക്രമം ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇതുപോലെ പൊതുസ്ഥലത്ത് സ്ത്രീകൾക്ക് പീഡനം, ലൈംഗിക പീഡനം പല സ്ഥലത്തും നമ്മളിവിടെ കണ്ടുവരുന്നു. ഇങ്ങനെ കൂടുതൽ ട്രെയിനിലാണ് ഇത് കണ്ടുവരുന്നത്. 2012 ഫെബ്രുവരി 9 എറണാകുളം കോട്ടയം പാസഞ്ചറിൽ വിദ്യാർത്ഥിനികൾക്കെതിരെ ലൈംഗിക പീഡനം കണ്ട് അത് പ്രതികരിച്ചും അത് ആ വ്യക്തിയെ കീഴടക്കാനും ആ വ്യക്തിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ശ്രമിച്ച മേരിയായി. അതിന് ഫലമായിട്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് വനിതാ കമ്പാർട്ട്മെൻറ്റിൽ വനിതാ പോലീസും അതുപോലെ വനിതാ കമ്പാർട്ട്മെൻറ്റ് ട്രെയിനിൽ നടുഭാഗം അല്ലെങ്കിൽ മധ്യമത്തിൽ വരണമെന്ന് ഒരു പ്രത്യേക ഒരു ലോ പാസ്സാക്കി. ഇത് രണ്ടും ഞങ്ങൾ BCM കോളേജിൻ്റെ ഒരു വിജയമായിട്ട് ഞങ്ങൾ കാണുന്നു. കോട്ടയം അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കോളേജിൽ ക്രിസ്തീയ വിശ്വാസത്തിനും ക്രിസ്തീയ മൂല്യങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഈ കോളേജിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനാ ഗാനത്തോടും ബൈബിൾ വായനയോടും കൂടിയാണ്. BCM കോളേജിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രയർ ഇവിടെയുണ്ട്. എല്ലാ അധ്യാപകരും കുട്ടികളും ആ പ്രയർ ചൊല്ലിയതിന് ശേഷമാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. പിന്നെ ഇവിടെ പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നത്.
അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു അധ്യാപന രീതിയാണ് ഇവിടെ നടക്കുന്നത്. അതിനുള്ള ഒരു മകുട ഉദാഹരണമാണ് ഈ 7 വർഷത്തിനുള്ളിൽ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി പണിയിപ്പിച്ച, സാധുക്കളായ കുട്ടികൾക്ക് വേണ്ടി പണിയിപ്പിച്ച 7 വീടുകൾ. ഇപ്രകാരം പാഠ്യേതര വിഷയങ്ങളോടൊപ്പം അവരുടെ പ്രാഥമിക ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇതിനും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളുടെ NSS യൂണിറ്റിന് വളരെ അഭിമാനകരമായ ഒരു വർഷമായിരുന്നു കഴിഞ്ഞത്. MG യൂണിവേഴ്സിറ്റി 2012-13 മികച്ച യൂണിറ്റുകളിൽ ഒന്നായി ഞങ്ങളുടെ NSS യൂണിറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ മികച്ച പ്രോഗ്രാം ഓഫീസർമാരിൽ ഒരാളായി ഡോക്ടർ നവീന ജെ നരുത്തൂക്കിലും തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നഗര ശുചീകരണം, രക്തദാനം, ട്രാഫിക് സിഗ്നൽ പരിശീലനം, പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണവും അതിൻ്റെ വിതരണവും, ജില്ലാ ആശുപത്രിയിൽ ഔഷധത്തോട്ട നിർമ്മാണം, അങ്ങനെ അനവധി പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ NSS യൂണിറ്റിന് കാഴ്ചവെക്കാൻ സാധിച്ചു. വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുവാൻ വളരെയധികം NSS യൂണിറ്റിന് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ മറ്റൊരു പ്രവർത്തനമായിരുന്നു കോട്ടയം നഗരത്തിലെ സീബ്ര ലൈനുകൾ റീപെയിൻറ്റ് ചെയ്തത്. രാത്രി കാലങ്ങളിൽ NSS വോളണ്ടിയേഴ്സ് പോയി ചെയ്യുകയായിരുന്നു. അത് പോലീസിൻ്റെ സഹായത്തോടെയും ഒക്കെയായിരുന്നു ചെയ്തത്. അത് വളരെ വിജയകരമായി ചെയ്യുവാൻ NSSന് സാധിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്കിൽ കുട്ടികൾക്ക് വേണ്ടി 3 സ്പെഷ്യലൈസേഷനാണ് ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത്. ഒന്നാമതായി മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്ക്, റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ. കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ഈ സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കുവാനും അതിനനുസരിച്ച് ഏത് ഫീൽഡിലാണോ അവർക്ക് താല്പര്യമുള്ളത് അവിടെ അവർക്ക് അതിനകത്ത് എക്സ്പേർട്ട് നോളജ് തിരഞ്ഞെടുക്കുവാനുമുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഈ കോഴ്സിൻ്റെ ഭാഗമായി കുട്ടികൾ കേരളത്തിനകത്തും പുറത്തും സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിൽ, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ അവരുടെ പഠനത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ അനുയോജ്യമായ മേഖലകളിൽ പ്രാവീണ്യം നേടി വരുന്നു. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കുട്ടികൾക്ക് വ്യക്തിത്വ വികസനവും അതുപോലെ തന്നെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണലായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ പൊങ്ങമ്പള്ളി ട്രൈബൽ സെറ്റിൽമെൻറ്റ് ദത്തെടുത്തിട്ടുണ്ട്. അവിടെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നിവയിൽ ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ വർഷവും വിവിധതരം പ്രോഗ്രാമുകൾ അവിടെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ചൈൽഡ് സെക്ഷൽ അബ്യൂസിനെതിരായി കോട്ടയം ജില്ലയിൽ പല മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യയിൽ ആദ്യമായി തന്നെ യുനിസെഫിൻ്റെ സഹായത്തോടെ കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റിംഗ് പ്രൊട്ടക്റ്റീവ് എൻവയോൺമെൻറ്റ് എന്ന പേരിൽ വിജയപുരം പഞ്ചായത്തിൽ ഒരു പ്രോഗ്രാം തന്നെ ഞങ്ങൾ ലോഞ്ച് ചെയ്തിരുന്നു. BCM കോളേജ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക്, മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ നോഡൽ ഓർഗനൈസേഷനായ ചൈൽഡ് ലൈൻ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. 8 അധ്യാപകരും ഒരു അനധ്യാപികയും ഉൾപ്പെടെ 9 പേരടങ്ങുന്ന ഒരു വലിയ സംഘം 48 വിദ്യാർത്ഥിനികളോടും കൂടി ആദ്യത്തെ ബാച്ച് ഇവിടെ ആരംഭിക്കുകയാണ് ചെയ്തത്. വളരെ എളിയ തുടക്കമായിരുന്നുവെങ്കിലും ഇന്നത് വളർന്ന് വികസിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ സംരക്ഷണവും കോളേജിന് മുൻഭാഗത്തായി ക്രിസ്തുരാജ കത്തീഡ്രലിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്തുരാജിൻ്റെ നീട്ടപ്പെട്ട കരത്തിൻ കീഴിൽ വളരെ സംരക്ഷണത്തോടെ BCM കോളേജ് എന്ന പുത്രി വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. BCM കോളേജ് ഒരു അനുഗ്രഹത്തിൻ്റെ ക്യാമ്പസായി മാറുന്നത് ഈ ക്രിസ്തുരാജിൻ്റെ വലിയ സംരക്ഷണം ഉള്ളതുകൊണ്ട് മാത്രമാണ്.